സംസ്ഥാനത്ത് തന്നെ തീപ്പൊരി പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര. LDF സ്ഥാനാർത്ഥി കെ ശൈലജ ഇന്ന് തുറന്ന ജീപ്പിൽ മണ്ഡല പര്യടനം നടത്തും. 2 ദിവസത്തെ ഗൾഫ് സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ ഷാഫി പറമ്പിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. വടകരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ MS അനീഷ് കുമാറും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം രഞ്ജിത്ത്, വലിയ പ്രചരണം നടക്കുന്ന, അതായത് ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ മറ്റ് മണ്ഡലങ്ങളെ കൂടി, നിയമസഭാ മണ്ഡലങ്ങളെ കൂടി ബാധിക്കും, ഇല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ 2 MLA മാർ മത്സരിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുള്ള മണ്ഡലമാണ് വടകര മണ്ഡലം. ഏറെ പ്രത്യേകതകളുള്ള ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയാണ് നടക്കുന്നത്? സ്ഥാനാർത്ഥികളുടെ മൂന്നാം ഘട്ടം, പ്രചരണത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടോ സ്ഥാനാർത്ഥികൾ? വിവരങ്ങൾ. ധന്യ, വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നേരത്തെ ധന്യ പറഞ്ഞതുപോലെ 2 MLA മാർ, ഈ 2 MLA മാരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്, ക്രൗഡ് പുള്ളേഴ്സ് ആണ്. കേരളത്തിൽ ഐതിഹാസികമായ വിജയം നേടിയ MLA മാർ കൂടിയാണ്. ഷാഫി പറമ്പിൽ എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അഭിമാന താരമാണ്. കാരണം പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി, അവസാന നിമിഷം പരാജയപ്പെടുത്തി വലിയ വിജയം നേടി കോൺഗ്രസ് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിച്ച ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫിയാണ് വടകരയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ശൈലജ ടീച്ചറാകട്ടെ ആരോഗ്യമന്ത്രിയായി ഒരുപാട് പേര് നേടിയ ഒരു വനിതാ മുഖമാണ്. അവർ LDFന്റെ ഭാഗമായി മത്സരിക്കുന്നു. മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ വിജയിച്ചതും ഒക്കെ നമുക്കറിയാം. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ഒരാൾ കൂടിയാണ്. അവരെ വടകരയിൽ ഇറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. നമുക്കറിയാം വടകര ഉറച്ച LDF കോട്ടയാണെന്നാണ് പലപ്പോഴും പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അപ്പോഴും ഏത് സമയത്തും കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി വടകരയിലുണ്ട് എന്നുള്ളതാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഈ കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലം, ഇവിടെ നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും LDFിനൊപ്പമാണ്. പക്ഷേ പലപ്പോഴും വടകരയുടെ മണ്ണിൽ വിജയം നേടിയിട്ടുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ് പലകുറി. കാരണം മുല്ലപ്പള്ളി അടക്കമുള്ള കോൺഗ്രസുകാർ അവിടെ തങ്ങളുടെ അപ്രമാദിത്യം കാട്ടിയതാണ്. അതേ തരത്തിൽ തന്നെയാണ് ഇത്തവണയും വലിയ മത്സരം കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. മുരളീധരൻ മാറി ഷാഫി വരുമ്പോൾ വലിയ വിജയത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ പോയത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുരളിക്ക് പകരം അതിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതുപോലൊരു കരുത്തിനെ ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് ഷാഫിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ലോക്സഭാ മണ്ഡലത്തിലെ മുരളീധരന്റെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും എന്നുള്ളതാണ്. MP ഫണ്ടിലൊക്കെ നിരവധി പണം ചിലവഴിച്ചിട്ടുള്ള ഒരു MP കൂടിയാണ് മുരളീധരൻ. അവിടെ നിറഞ്ഞു നിന്നാണ് സ്വാഭാവികമായി മുരളി പ്രഭാവം ഷാഫിക്ക് തുണയാകും എന്ന പ്രതീക്ഷയാണ് ഈ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി മണ്ഡല പര്യടനം ആരംഭിക്കും. ഇന്ന് കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആണ്. 2 ദിവസം അദ്ദേഹം ദുബായ് ആയിരുന്നു. അവിടുത്തെ ചില വോട്ടുകൾ വടകര മണ്ഡലത്തിലൊക്കെ നമുക്കറിയാം പ്രവാസികളായ നിരവധി ആളുകളുടെ വടകരയിലേക്ക് രാഷ്ട്രീയ കേരളം വീണ്ടും ഉറ്റുനോക്കുന്നു എന്ന പ്രത്യേകത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്നു, മുഖാമുഖം വരുന്നു എന്ന ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അത്തരത്തിൽ MLA മാർ മുഖാമുഖം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. ആ പ്രത്യേകതയുണ്ട്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ ക്രൗഡ് പുള്ളേഴ്സാണ് ഇവർ. 2 പേർക്കും ജനകീയമായി നോക്കിക്കാണുന്ന, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള 2 നേതാക്കൾ, 2 മുന്നണിയുടെയും നേതാക്കൾ എന്ന് വേണം പറയാൻ. ഷാഫി പറമ്പിലിനെ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടാക്കിയ ആ ഊർജം, ആവേശം കോൺഗ്രസിന് അത് ചെറുതല്ല. അദ്ദേഹത്തിന്റെ വിജയം ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ ഉണർവ് ചെറുതല്ല. മറ്റൊന്ന്, ആരോഗ്യമന്ത്രിയായി കെ ശൈലജ എത്രത്തോളം തിളങ്ങി എന്നുള്ളത്. കോവിഡ് കാലത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൈപിടിച്ച് മുന്നോട്ട് നടന്ന കെ ശൈലജ, അവർ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തിയ MLA എന്നൊരു പ്രത്യേകത കൂടി കെ ശൈലജയ്ക്കുണ്ട്. അങ്ങനെ കെ ശൈലജ വിജയിച്ചാലും ഷാഫി പറമ്പിൽ വിജയിച്ചാലും നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. പാർട്ടിക്ക് അപ്പുറത്ത് വളർന്ന ഇമേജായാണ് 2 പേരും എത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ ക്രൗഡ്. 2 പേര് എവിടെ, ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റിടങ്ങളിലൊക്കെ ആണെങ്കിലും ഇവരുടെ ക്രൗഡാണ്. മറ്റ് മണ്ഡലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രൗഡാണ് ഈ 2 സ്ഥാനാർത്ഥികൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു ഗ്ലാമർ പോരാട്ടം, ഇല്ലെങ്കിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് അത്.
പാർട്ടിക്ക് അപ്പുറം വളർന്ന ഇമേജുമായി രണ്ടുപേർ പോരാട്ടത്തിന് ഇറങ്ങുന്നു. 2019 രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് കേരളവും വടകരയും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ സാഹചര്യം ഒന്നുമല്ല ഉള്ളത്. പക്ഷെ വടകരയുടെ രാഷ്ട്രീയ വോട്ട് ആർക്കൊപ്പം നിൽക്കും എന്നത് പ്രവചനാതീതമാണ്. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, ഞാൻ അവസാനം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വോട്ട് അവിടെ ഇപ്പൊ നമുക്കറിയാം, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കെ ശൈലജയ്ക്ക് അവിടെ വോട്ടുണ്ടാവും. അതുപോലെ തന്നെ യൂത്തിന്റെ വോട്ട് ഷാഫി പറമ്പിലിന് പോകാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പം ഈ ഒരു രാഷ്ട്രീയ വോട്ട് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. അത് അത്ര വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് എന്ന് പറഞ്ഞു വെക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും. അപ്പം എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് രണ്ട് മുന്നണികളും അവിടെ വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്? തന്നെ നമുക്കറിയാം 84,663 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ കെ മുരളീധരൻ വടകരയിൽ 2019 നേടിയത്. ഇവിടെ അന്ന് ഒരുപാട് ഫാക്ടേഴ്സ് CPM-ന് എതിരായി ഉണ്ടായിരുന്നു, ശബരിമല അടക്കം. പക്ഷെ അതിനു മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വലിയ വിജയം നേടിയ ഒരു മണ്ഡലമാണ് വടകര എന്ന് ഓർക്കണം. മുല്ലപ്പള്ളിയെ തുടർച്ചയായി തുറച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ RMPയും മുസ്ലിം ലീഗും നിർണായകമാണ്. RMP ഇവിടെ വലിയൊരു ഫാക്ടറാണ്. വടകര മണ്ഡലത്തിൽ, വടകര നിയമസഭാ മണ്ഡലത്തിലടക്കം RMPയുടെ വലിയ സാന്നിധ്യമുണ്ട്. അതുപോലെ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ മുരളീധരന്റെ വിജയത്തെ, മുല്ലപ്പള്ളിയുടെ വിജയത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതും ചേർത്ത് വായിക്കണം. അതേസമയം മുസ്ലിം ലീഗിന് ഏറെ അപ്രമാദിത്യമുള്ള ഒരു ജില്ല കൂടിയാണ്. ലീഗിനെ പിണക്കാതെ, ലീഗിനെ കൂടെ കൂട്ടാതെ അവിടെ ഒരു UDF സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല. ലീഗിന് പ്രിയങ്കരനാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് കൂടിയാണ് ഷാഫിയുടെ ഇവിടുത്തെ ഒരു സാധ്യതകൾ കൂട്ടുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇവിടെ നമുക്കറിയാം, കോൺഗ്രസിന് വലിയ വിജയം പല കാലങ്ങളിൽ നേടിയ ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം, ഈ വോട്ടുകളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് LDF-നൊപ്പം നിൽക്കുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ രണ്ടായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും സംഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് വടകര മിക്കപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത്, UDF-നൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷാഫിക്ക് മണ്ഡലത്തിൽ വ്യക്തിപരമായ, മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വ്യക്തിപരമായ വലിയ ഇമേജുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം. ആ ഷാഫിയുടെ ആ ഇമേജിലാണ് പ്രധാനമായും കോൺഗ്രസ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്. നേരത്തെ ധന്യ പറഞ്ഞതുപോലെ വലിയ ജനക്കൂട്ടമാണ് ഷാഫി പറമ്പിലിന്റെ ഓരോ പൊതുപരിപാടിക്കും. വലിയ ജനക്കൂട്ടമാണ്. ജനക്കൂട്ടം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ, ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന തരത്തിൽ തന്നെയാണ്, സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വലിയ ജനക്കൂട്ടം ഷാഫിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഷാഫി വന്നതോടുകൂടി എണ്ണയിട്ട് യന്ത്രം പോലെ ഈ വടകരയിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനം ഉണർന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. CPM നേതാക്കൾക്കിടയിൽ, അണികൾക്കിടയിൽ പോലും വടകരയിൽ നടക്കുന്നത് വലിയ മത്സരമാണ് എന്ന പ്രതീതി ജനിപ്പിക്കത്തക്ക വിധ പോരാട്ടം ഷാഫി നടത്തുന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു നമ്മൾ സത്യസന്ധമായി, നമ്മൾ വളരെ കൃത്യമായി വിലയിരുത്തേണ്ട ഒരു ഫാക്ടറാണ്. ഈ മണ്ഡലത്തിൽ വരുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. ഒട്ടും ആത്മവിശ്വാസക്കുറവില്ല ഷാഫിക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്നലെ രാത്രിയും ഷാഫി നമ്മളോട് സംസാരിക്കുകയുണ്ടായത്. മറുവശത്തേക്ക് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അവർക്ക് പാർട്ടിക്ക് അപ്പുറമുള്ള ഒരു ഇമേജ് ഉണ്ട്. രണ്ടാം തവണ മന്ത്രിസ്ഥാനം നൽകാത്തതിൽ CPM അണികൾക്കിടയിൽ പോലും മുറിവുറുപ്പുണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം ഒരു CPM-ന് ഒരുപക്ഷെ ഭാവിയിലേക്ക് കരുതി വെക്കാവുന്ന, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും കരുതി വെക്കാവുന്ന ഒരു നേതാവ് എന്ന ഇമേജ് ഉള്ള ഒരാൾ കൂടിയാണ്. വ്യക്തിപരമായി ഒരുപാട് ബന്ധങ്ങൾ ഉള്ള ഒരാൾ കൂടിയാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറിന്റെ പരിപാടികൾക്ക് വലിയ ജനക്കൂട്ടമാണ്. കാരണം കോളേജ് കുട്ടികളും അടക്കമുള്ള വലിയ ഒരു ജനവിഭാഗം ടീച്ചർക്ക് വേണ്ടി ഈ പ്രചരണത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ രണ്ടു തലത്തിലും മികവ് കാട്ടുന്ന സ്ഥാനാർത്ഥികൾ, മാറ്റുരയ്ക്കുമ്പോൾ ഒരു ത്രാസിൽ വെച്ചാൽ ഒട്ടും തൂക്കം കുറയുകയോ കൂടുകയോ ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥികൾ, ഒരേ തരത്തിൽ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, അവർ തമ്മിലുള്ള ഐതിഹാസികമായ ഒരു പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വടകരയിലാണ് പോര്. വടകരയിൽ വലിയ പോര് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂട് വടകരയിൽ വലിയ അധികമാണ്. മറ്റൊരു വശത്തേക്ക് വന്നാൽ ഇപ്പോൾ CPM ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഡീലിനെ കുറിച്ച് ഇപ്പം 2-3 ദിവസമായിട്ട് അത് കൂടുതലായിട്ട് പറയുന്നുമുണ്ട്. വെച്ച് മാറുന്നു, ഇല്ലെങ്കിൽ അവിടെ അത്തരത്തിൽ ഡീൽ ഉറപ്പിച്ചു. പാലക്കാട് ഇപ്പം ഷാഫി വടകരയിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് BJP-ക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള തരത്തിൽ CPM ഒരു കാര്യം, ഒരു ആരോപണം അത്തരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നമുക്കറിയാം കോലീബി സഖ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പം അവിടെയുള്ള ഈ സഖ്യത്തിന്റെ, ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവിടുത്തെ വോട്ടർമാർ നിലവിൽ, ഇപ്പോൾ 2019 സാഹചര്യമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിലവിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമാണോ? അങ്ങോട്ട് കൊടുക്കൽ വാങ്ങൽ പരിപാടികളൊക്കെ നടക്കാനുള്ള ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടോ ഇന്ന്?
തൃശൂർ വടകര ഡീൽ എന്ന ആരോപണം അത് ഉന്നയിച്ചത് നമുക്കറിയാം. അത് KPCC അധ്യക്ഷൻ VD സതീശനാണ് മുന്നോട്ട് വെച്ചത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സഹായിക്കുമെന്നും മറുവശത്ത് ശൈലജയെ BJP ഇപ്പുറത്ത് സഹായിക്കും എന്നുമുള്ള ഡീലുണ്ട് എന്നുള്ള തരത്തിലുള്ള അത് പല തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും BJPയുടെ വോട്ട് ആർക്ക് ഈ BJP ശക്തമല്ലാത്ത മണ്ഡലങ്ങളിൽ വടകരയിൽ പ്രഫുൽ കൃഷ്ണനാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഏതാണ്ട് 56,000-57,000 വോട്ടുകൾ മാത്രമാണ് വടകരയിൽ BJPക്ക് ലഭിച്ചത്. CKP നിന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വടകരയിൽ നേടിയത് എന്നുള്ളതൊക്കെ നമ്മളോട് ചേർത്ത് വായിക്കണം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ ഡീൽ എന്ന ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നു വന്ന സാഹചര്യം കൂടി പരിശോധിക്കണം. കാരണം നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഈ ചാനലുകൾ നിരവധിയുള്ള ഒരു കാലമാണ്. പണ്ടത്തെ തെരഞ്ഞെടുപ്പുകൾ പോലെ ഈ വോട്ട് മറിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം സാധ്യമാകുന്ന ഒരു കാര്യമാണ് എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയൊക്കെ BJP സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ഏതെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ, അവർക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലെങ്കിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ അവർ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യം പോലും സംസ്ഥാനത്തെ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക നമ്മളൊന്ന് പരിശോധിച്ചാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ തലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രമുഖരായ ആളുകളെ തന്നെയാണ്. കാരണം അത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ പതിവില്ലാത്ത വിധം BJP സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ വയനാട്ടിൽ K. സുരേന്ദ്രന്റെ കാര്യം എടുത്താൽ പോലും ആ തരത്തിൽ തന്നെയാണ്. വയനാട് പോലെ BJPക്ക് ഒട്ടും വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ K. സുരേന്ദ്രനെ വെക്കുന്നതോടുകൂടി എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ തരത്തിൽ ആളുകളെ നിർത്തുമ്പോൾ തങ്ങളുടെ കേഡർ വോട്ടുകൾ പോകാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്. കാരണം ഇനി അവർ മറുപടി പറയേണ്ടത് കേന്ദ്ര നേതൃത്വത്തോട് മാത്രമാണ്. മറ്റൊരു തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അന്തരീക്ഷത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വടകര തൃശൂർ ഡീൽ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുണ്ട്. വടകരയിൽ സുനിൽകുമാറിന് ലഭിക്കേണ്ട LDF വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് തൃശൂരിൽ വടകരയിൽ ഇവിടെ ശൈലജ ടീച്ചറിന് പ്രഫുല്ലിന് കിട്ടേണ്ട വോട്ടുകൾ ലഭിക്കും എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. K. മുരളീധരനും സമാനമായി തന്നെ പറഞ്ഞിരുന്നു താൻ എന്നാലും ജയിക്കും. പക്ഷേ K. മുരളീധരൻ പറഞ്ഞത് തനിക്കെതിരെ BJP വോട്ടുകൾ മറിച്ചേക്കും എന്നുള്ള സൂചനകൾ തനിക്ക് ലഭ്യമായിരുന്നു. അത്തരത്തിൽ നീക്കം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചത് എന്ന് K. മുരളീധരനും ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമാക്കുകയും വോട്ട് മറിക്കൽ ക്രോസ് വോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണും. അതെ, ഈ ഒരു ഷാഫി പറമ്പിലിന്റെ എൻട്രി അത് UDF വളരെ അനുകൂലമാക്കിയിട്ടുണ്ട്. അവർക്ക് അനുകൂലമാക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം ഇത് ഷാഫിയുടെ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് ഷാഫി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ വടകരയുടെ ടീച്ചർ പത്മിനി ടീച്ചറാണെന്ന്. പത്മിനി ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരന്റെ അമ്മയാണ്. TP ചന്ദ്രശേഖരൻ എന്നുള്ളത് നമുക്കറിയാം ഈ കേസ് കഴിഞ്ഞ് വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ TP ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇനിയിപ്പം അപ്പോൾ കേസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവിടെ TPക്കുള്ള വോട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം KK രമയുടെ കൈപിടിച്ച് വോട്ട് പിടിക്കാൻ പോകുന്ന ഷാഫിയുടെ ആ ക്യാമ്പയിൻ തുടക്കം തന്നെ വലിയ നമുക്ക് അത്തരത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് UDF എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം തരുന്ന ഒരു തുടക്കമായിരുന്നു ഷാഫി പറമ്പിൽ. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കുമ്പോൾ ഷാഫിയിൽ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാനുള്ള, അതായത് വോട്ടർമാർ എങ്ങോട്ട് ചിന്തിക്കും, എന്ത് ചിന്തിക്കും, നിലവിലെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് പത്മജ വേണുഗോപാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ കോൺഗ്രസിന് നിലവിൽ അവിടെ സാധിക്കുന്നുണ്ടോ? ഷാഫി പറമ്പിലിന് അതിന് പറ്റിയ സ്ഥാനാർത്ഥിയായി തന്നെ കണക്കാക്കുന്നുണ്ടോ മണ്ഡലം? ധന്യ, അതിനകത്ത് നമ്മൾ പറയേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ TP ഫാക്ടർ എങ്ങനെ അവിടെ സ്വാധീനിക്കും എന്നുള്ളതാണ്. നേരത്തെ ധന്യ പറഞ്ഞ പോലെ TPയുടെ വിധവയായ KK രമയെ കണ്ട് KK രമയുടെ അനുഗ്രഹം വാങ്ങി TP ചന്ദ്രശേഖരന്റെ സ്മൃതി കുടീരത്തിൽ ചെന്ന് അവിടെ ചെന്ന് പ്രാർത്ഥനകൾ ചെയ്തതിനു ശേഷമാണ് ഷാഫി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നത് എന്നുള്ളത് മാത്രമാണ്. അത് ഈ K. മുരളീധരന് സമാനമായി തന്നെയുള്ള ബന്ധം ലീഗുമായും RMPയുമായും ഉണ്ടായിരുന്നു. അതേ ബന്ധം നിലനിർത്താനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത്. കാരണം
ഈ അടുത്ത സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് മാത്രമാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കൂടുതൽ CPM നേതാക്കൾ പ്രതികളാകുന്നതും അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ശിക്ഷ വർദ്ധിപ്പിക്കുന്നു, കൂടുതൽ CPM നേതാക്കൾ പ്രതികളാകുന്നു. അത് അതിന്റെ ഒരു വലിയ വിജയമായി, നിയമ പോരാട്ടത്തിന്റെ വലിയൊരു വിജയമായി KK രമ തന്നെ പറഞ്ഞ ഒരു പശ്ചാത്തലം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. എല്ലാ നിയമവൃത്തങ്ങളും പറഞ്ഞത് രമയുടെ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ടി.പി. ചന്ദ്രശേഖരൻ വധത്തിൽ CPM-ന് പങ്കില്ല എന്ന് ആവർത്തിക്കുന്ന CPM-ന് ലഭിച്ച വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഈ കോടതി വിധി എന്നത് കൂടി ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും അതുകൂടി നമ്മൾ കാണുമ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ എഫക്റ്റ് വടകര മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണത്തെ എതിരാളി ആരാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ജയരാജനായിരുന്നു. മുരളീധരന്റെ എതിരാളി P. ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിന്റെ കരുത്തനായിരുന്നു. പക്ഷെ ജയരാജന് ഈ കൊലപാതക രാഷ്ട്രീയവുമായി ഒക്കെ ഏറെ ബന്ധമുള്ള ഒരു നേതാവാണ് എന്നുള്ളത് നമുക്കറിയാം. ഇത്തവണ ടീച്ചർക്കുള്ള ഒരു മേന്മ ഇപ്പം ഷാഫി പറമ്പിൽ തുടങ്ങിയത് KK രമയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ശൈല ടീച്ചർ അവിടെ തുടങ്ങിയത് മറ്റൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. സിസ്റ്റർ ലിനിയുടെ വീട്ടിൽ നിന്നാണ്. പേരാമ്പ്ര ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടകര എന്നുള്ളതൊന്ന്. നമുക്കറിയാം അവിടെ നിപ്പ, കോവിഡ് ഈ ദുരന്തങ്ങളെയൊക്കെ പ്രതിരോധിച്ച ആരോഗ്യമന്ത്രി എന്നൊരു ഖ്യാതി കൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. അപ്പം അങ്ങനെ LDF-ന് എക്കാലത്തെയും കുത്തക സീറ്റാണ്, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് LDF-ന്റെ കൂടി ഒരു ആവശ്യം കൂടിയായിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം അങ്ങനെ നേരത്തെ അത്രയും അറിയപ്പെട്ട ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിപ്പയ്ക്ക് എതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടമായ സിസ്റ്റർ ലിനിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ശൈല ടീച്ചറെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ശൈല ടീച്ചർ എടുത്തു പറയുന്ന കാര്യങ്ങൾ, അവർ ആളുകളോട് വോട്ട് ചോദിക്കുന്നതിൽ പ്രധാനമായി ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. എങ്കിലും അതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ വോട്ട്, ലീഗിന്റെ വോട്ട്, ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഷാഫി പറമ്പിൽ അത് കോൺഗ്രസിനുള്ളതാണ് എങ്കിൽ പോലും ടീച്ചർക്ക് അവിടെ ഒരു വോട്ടുണ്ട്. മറ്റൊന്ന് ജനതാദളിന് കുറച്ചുകൂടി ആളുകളുള്ള മണ്ഡലമാണ്. ജനതാദൾ മാറി പറഞ്ഞിരുന്ന സാഹചര്യമൊക്കെ വിട്ടു. അവർ ആർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു അവസാനത്തിലേക്ക് എത്തിയിട്ടില്ല തീരുമാനത്തിൽ എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വോട്ട് കൂടുതൽ വരാനുള്ള സാധ്യതയും ഒരു പ്രതീക്ഷയും LDF-ഉം ശൈല ടീച്ചറും കൈവിടുന്നില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ്. കാരണം ശൈല ടീച്ചറിന് ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഒരു അവർക്ക് നേരെ വ്യക്തിപരമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ അത്തരത്തിൽ സൗമ്യമായ ഒരു വ്യക്തിത്വമാണ്. അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അഭിപ്രായമുണ്ട് തരാം. അതുകൊണ്ട് ഈ കൊലപാതക രാഷ്ട്രീയം എന്ന പരാമർശം ഏത് തരത്തിൽ വടകര മണ്ഡലത്തിൽ ടീച്ചറിനെ വ്യക്തിപരമായി ബാധിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ CPM എന്ന പാർട്ടിയുടെ മേൽ വീണ കരുനിഴൽ അതുപോലെ നിൽക്കുന്നുണ്ട് താനും വടകരയിൽ. അതും പ്രധാനമാണ്. മറ്റൊന്ന്, ഈ PPE കിറ്റ് അഴിമതിയൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപാട് അഴിമതികൾ കോവിഡ് കാലത്ത് കിറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിരുന്നു. അത് UDF വലിയ പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. ഈ കോവിഡ് കാലത്ത് ആളുകളെ കാത്ത ഒരാളെന്ന് പറയുമ്പോഴും പിന്നീട് അതൊക്കെ എത്രയോ ഇരട്ടി വിലയ്ക്ക് കിറ്റുകളടക്കം വാങ്ങി വലിയ നഷ്ടം ഖജനാവിന് വരുത്തിവെച്ച റിപ്പോർട്ടുകളടക്കം എടുത്തു കാട്ടി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. അതൊക്കെ അന്നത്തെ ആരോഗ്യമന്ത്രി അറിയാതെ നടക്കുമോ എന്ന ചോദ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കപ്പുറം മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അന്തരീക്ഷത്തിലുള്ള വിഷയങ്ങളൊക്കെ വടകരയിൽ വലിയ ചർച്ചയാകുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാണ് നിർണായകമാകുക പല കാര്യങ്ങളും. ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെ K. സുധാകരന്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ K. സുധാകരന്റെ പാർലമെന്റിലെ ആബ്സൻസ് ഒക്കെയാണ് CPM വലിയ പ്രചരണായുധമാക്കുന്നതെങ്കിൽ വടകരയിലും സമാനമായ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. അതനുസരിച്ചുള്ള നീക്കം മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ട്. സ്വാഭാവികമായും അതൊക്കെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിഫലിക്കും, വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ മറ്റ് പല വിഷയങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ കടന്നു വരാം. ഇനി ഒരു മാസം കൂടി ബാക്കിയുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും വിജ്ഞാപനം നാളെയാണ് ഇറങ്ങുന്നത് എന്നുള്ള വിവരം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ അടക്കം 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലുള്ള വിജ്ഞാപനം നാളെ വരും. അതിനുശേഷവും കൂടുതലായി ഈ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങും, വോട്ടർമാരെ കാണും. അപ്പോഴൊക്കെ വിഷയങ്ങൾ മാറി വരികയും സ്വാഭാവികമായും അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കാനാവുകയും ചെയ്യും. ഏതായാലും ഇതുവരെ ഉള്ള വടകര ട്രെൻഡ് അനുസരിച്ച് ധന്യ വലിയ വാശിയേറിയ കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്. ആളിനും അർത്ഥത്തിനും കുറവില്ല, അണികൾക്ക് കുറവില്ല, സംഘടനാ പ്രവർത്തനത്തിന് കുറവില്ല, സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിന് ജനങ്ങൾക്കിടയിൽ കുറവില്ല, അതുപോലെ വിവിധങ്ങളായ വിഷയങ്ങൾക്കും കുറവില്ല എന്നുള്ളതാണ് വടകരയിലെ മൊത്തത്തിലുള്ള ചിത്രം. ശരി, നന്ദി രഞ്ജിത്ത്. വിവരങ്ങൾക്ക് വടകരയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇന്ന് ന്യൂസ് ട്രെൻഡ്സിൽ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ലഭിച്ചത്. വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്.